അങ്ങേയറ്റം തെറ്റായ പ്രചരണം ആസൂത്രിതമായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുകയാണ്. ഭൂഗർഭ ജലചൂഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടുള്ളത്. ഇതറിയാത്തതുകൊണ്ടല്ല, ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്, മുഖ്യമന്ത്രി വിശദമായി പറഞ്ഞതാണ്. ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു. ഭൂഗർഭജലം എടുക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാനാണ് നിഷ്കർഷിച്ചത് എങ്ങനെയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്ന്. ഇപ്പൊ പ്ലാച്ചിമട്ടയുടെയൊക്കെ പേരിൽ പ്രതിപക്ഷ നേതാവൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടു. എനിക്കത് കേട്ടപ്പോൾ വലിയ തമാശയും ചിരിയണമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളെല്ലാം സമരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നവരാണ്. അന്ന് ഡിവൈഎഫ്ഐ ആണ് പ്ലാച്ചിമട മുതൽ പാലക്കാട് കലക്ടറേറ്റ് വരെ 21 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല നടത്തിയത്. ഇവരാരെങ്കിലും നിങ്ങൾ സമരത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരു ലജ്ജയും ഇല്ലാതെ ഇപ്പൊ പ്ലാച്ചിമട സമരത്തിന്റെ അവകാശവാദമായിട്ട് വന്നിരിക്കുകയാണ്.